Hey guys, welcome back to YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. നമ്മൾ വേറെ എങ്ങോട്ടല്ല പോകുന്നത്, നമ്മുടെ സ്വന്തം ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ബാംഗ്ലൂർക്ക് വേറെ ഒന്നുമല്ല ഗൈസ് പോകുന്നത്, നമ്മുടെ പവിത്ര അവിടെ ഇനി തൊട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ബാംഗ്ലൂർക്ക് എന്തിനാണ് പോകുന്നത്? അമ്മയുടെ ചേച്ചിയുടെ മോള് ഇനി തൊട്ട് അവിടെ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഞങ്ങൾ 3 പേരും മാത്രം പോകാനിരുന്നതാണ്. പിന്നെയാണ് ഇവർ രണ്ടും കൂടെ വരണം എന്ന് പറഞ്ഞു. എനിക്ക് ഇരട്ടി ചിലവായി. നാട്ടിച്ച് ഗൈസ്, ഒരു മിനിറ്റ് കടയിലാകാം. ചുമ്മാണ് ഗൈസ്, നമ്മൾ ഇരട്ടി ചിലവൊന്നും വരുത്തൂല. നമ്മൾ പിന്നെ ബാംഗ്ലൂർ അവളെ കൊണ്ടാക്കാൻ മാത്രമല്ല പോകുന്നത്, ഒരു 2-3 ദിവസത്തെ ട്രിപ്പ് ആവും. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കൊച്ചസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. കൊച്ചസിനൊക്കെ അവിടുത്തുകാരാണ്. കൊച്ചസിനൊക്കെ അച്ഛൻ്റെ അനിയൻ ബബ്ബു എന്നാണ് കൊച്ചസിൻ്റെ പേര്. ശ്രുതിക്കന്യമ്മ, സോനു, അപ്പോൾ അവരെയൊക്കെ കാണാനും കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പം പുള്ളിക്കാരനാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ. റിസോർട്ടാണ് ഗൈസ്, കിട്ടില്ല റിസോർട്ട്. ഞാൻ കണ്ട് വീഡിയോ കണ്ട് അമ്മയ്ക്കതില്ല പറയണ്ട. അതിന് സത്യം സന്തോഷമുണ്ട്. നമ്മളിപ്പം നമുക്ക് അവിടെ ചെന്നാലും നമുക്ക് റൂമും കാര്യങ്ങളും എല്ലാം കിട്ടും, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു കാര്യം സന്തോഷമായിട്ട് വരാൻ പറയും. പിന്നെ നമ്മൾ ചെല്ലുമ്പം നമുക്ക് ഇത്രയും കാര്യമായിട്ട് നിൽക്കുന്നവരെ നമ്മൾ ഒരുപാട് എന്താ പറയണ്ടേ, അവർക്കൊരു ശല്യമാവരുത് നമുക്ക്. അത്രയേ ഉള്ളൂ. ചുമ്മാ ഗൈസ്, അവർക്ക് നമ്മൾ എന്തായാലും വരുന്നൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് സന്തോഷമായി, ഭയങ്കര സന്തോഷം. കാര്യം ഒരുപാട് വട്ടം വിളിച്ചു. പിന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത്, അതായത് ആദ്യമേ അമ്മയും കുഞ്ഞിയും വല്യമ്മയും കൂടെ പോകാനായിട്ടായിരുന്നത്. അപ്പം പിന്നെ അവളും കൂടെ പോകാനായിട്ട്, പവിയും കൂടെ പോകാനായിട്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളും കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ട് വന്ന്. അപ്പോൾ അന്ന് ജസ്റ്റ് അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ച്, അണ്ണ ഇന്നതുപോലെ അവിടെ എവിടെയെങ്കിലും നല്ല ഇതുണ്ടോ എന്ന് വെച്ചാൽ അന്ന് തൊട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും, വാ ചേച്ചി വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അമ്മ ഇതാ ആദ്യം വന്നിട്ടില്ല ഗൈസ്, ആദ്യം സ്കൂളിൽ പോയിരിക്കുന്നു. ആദ്യം സ്കൂളിൽ നിന്ന് ഇനി വിളിച്ചുകൊണ്ട് വന്നിട്ട് 4:45 ആകുമ്പോഴത്തേക്കും നമുക്ക് പോകണം. 6 മണിക്ക് 5:45 ട്രെയിന്. അപ്പം 4:45 ആകുമ്പോൾ നമ്മൾ ഇവിടെ. ചേട്ടൻ വരുന്നില്ല, അച്ഛൻ വരുന്നില്ല ഗൈസ്. അതേ ഉള്ളൂ വിഷമം. അച്ഛന് ജോലി, പിന്നെ ഓണടുപ്പിച്ച് കട അടച്ചിടാൻ പറ്റത്തില്ല. 2-3 നേരത്തെ പാലാച്ചിൻ്റെ വർക്ക് കിടക്കുന്നത്. അപ്പം പിന്നെ അച്ഛന് വരാൻ പറ്റത്തില്ല. അതാണ് സത്യം പറഞ്ഞാൽ അച്ഛനും വിഷമമുണ്ടല്ലേ വരാൻ പറ്റാത്തതിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പോകുന്നില്ലായിരുന്നോ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കൂടെ വന്നിട്ട് ബാക്കി വീഡിയോയിൽ വരാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, ട്രെയിനകത്താണ് നമ്മൾ പോകുന്നത്. ചുറ്റത്തി സോ ഗൈസ്, നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഇന്നലെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാര്യം പൊട്ടിക്കട്ടതാണ്. അതുകൊണ്ട് ഞാൻ അപ്പോഴേ മോർണിംഗ് ഗൈസ്, സോറി ഗൈസ്, ഗുഡ് മോർണിംഗ് പറയാൻ പറ്റും. നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഇനി ഇവിടെ നിന്ന് 9:30 ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നലെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. തിരക്കും ഹലോ, പക്ഷെ പിടിച്ചിടത്തില്ലേ, നല്ല ലാഗാക്കും. ഉണ്ടാകാൻ കൊടുക്കും. ലാഗടിക്കാനാണോ അങ്ങ് എത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മളിപ്പം പേര് അറിഞ്ഞോടാ, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. റെയിൽവേ സ്റ്റേഷൻ പിടിച്ചിട്ടേക്കോ. ഇത് കുറച്ചു നേരം പിടിച്ചിടുമെന്ന് പറയുന്ന കേട്ട്. 9:30 അവിടെ എത്തത്തുള്ളൂ, അവിടെ എത്താനായിട്ട്.
തണുപ്പുണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് തന്നെ തണുപ്പുണ്ടെന്ന് പറഞ്ഞോണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കും. ഞാൻ നേരത്തെ കുട്ടി എടുത്തിട്ട് ഇവൻ 2 ഡ്രസ്സൊക്കെ എത്തി കേസ് എത്തി. ഹലോ ബാഗ് തൂങ്ങണ്ടായിരിക്കുമല്ല. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി. നമ്മൾ റൂം സർവീസിലെത്തി. ഇനി നമ്മൾ സോനുവിനെ കാണാൻ പോവാണ് ഗൈസ്. ഹലോ നമ്മൾ സോനുവിന് ഫുഡെല്ലാം കൊടുത്തിട്ട് തിരിച്ച് വന്ന് നമ്മൾ റൂമെല്ലാം കാണിച്ചു തരാം. ബിസിയാണ് ഗൈസ്. 2:30-ക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത ഉടനെ 2:30-ക്ക് നമുക്ക് അടുത്തടുത്ത് പോകണം. കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു ചെറിയൊരു വില്ല പോലെയാണ്. അപ്പം വില്ലയുടെ ഇതൊക്കെ കാണിച്ചു തരാന്ന് വെച്ചാൽ ദൃശ്യ എന്നാണ് വില്ലയുടെ പേര്. നമുക്ക് എൻ്റർ ചെയ്താലോ? സോ ഗൈസ്, ഇതാണ് എൻട്രി. പക്ഷേ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഗൈസ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. നമുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അകത്ത് കയറണം. അകത്ത് കയറിയിട്ട് പുറത്ത് എല്ലാം പുറത്തുള്ള കാണിച്ചിട്ട് ആണ്ടേ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു സാധനമുണ്ട്. സൈക്കിൾ ഇവിടെ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ അതെ, ഇവിടെ ഇങ്ങനെ ഇരിക്കാനും കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെയുണ്ട് അതെ, ഇവിടെ ഉണ്ട്. ഇതുണ്ട് ഗൈസ്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ നല്ല രസമുണ്ട്. രാത്രി ആവുമ്പോഴത്തേക്കായിരിക്കും കുറച്ചും കൂടെ ഒക്കെ നൈസായിരിക്കുന്ന കാര്യം. ഇതൊക്കെ ഇടും, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. നല്ല ഇരിക്കാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട്. ഇനി നമുക്ക് അകത്തെ വീഡിയോസ് കാണാം. സുഖേഷ്, ഇതാണ് നമ്മുടെ മെയിൻ എൻട്രി. തുറക്കാം. തുറന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അതുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കഴുകാനും വാഷിംഗ് മെഷീൻ, പിന്നെ അതുണ്ട് ഫ്രിഡ്ജാണ് ഗൈസ്. ഫ്രിഡ്ജ്, ഒരു കുപ്പി ഇരിക്കുന്ന ഇത്രയും. പിന്നെ താണ്ടി ഇത് ഇങ്ങോട്ട് കിച്ചണാണ്. ഇത് നമുക്ക് കിച്ചൺ ആവശ്യത്തിനൊക്കെ താണ്ടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കബോർഡ്, പിന്നെ ഇത് വാഷ്റൂമാണ്. ഇത് കോമൺ ബാത്റൂമാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് ഗൈസ്. കയറി വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ്. പക്ഷെ നൈസാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെയുണ്ട് ഗൈസ് ഒരു കണ്ണാടി. ഇത് നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാണ് ഗൈസ്. ഈ ഒരു ബെഡ്റൂം അമ്മമാർക്ക് കൊടുക്കാമെന്ന് വെച്ചു. അതായത് വച്ചി എൻ്റെ അമ്മ, അവർ 3 പേരും ഇവിടെ കിടക്കും. ഞങ്ങൾ പിള്ളേർ അപ്പുറത്തെ റൂമിൽ കിടക്കും ഗൈസ്. അതൊന്നും കൂടെ അപ്പുറത്തെ റൂം കൊടുക്കുന്ന. അവിടെ ആകുമ്പോഴത്തേക്കും TV ഉണ്ട്. അവിടെ നിന്ന് തന്നെ വെളിയിലോട്ട് പോകാനായിട്ടുള്ള ഡോറുണ്ട് ഗൈസ്. പിന്നെ ഇത് ഫസ്റ്റ് റൂമാണ്. ഇത് സെക്കൻഡ് റൂം. നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് ഗൈസ്. ഇതാണ് സെക്കൻഡ് റൂം. ഇതുണ്ട്, ഇതാണ് ബാൽക്കണി. ഇവിടെ ഒരു റൂമുണ്ട്, പക്ഷെ അത് പൂട്ടിയേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് തുറക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. ഇത് ബാൽക്കണി. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് വെളിയിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ബാൽക്കണി. ഇതാണ്. പിന്നെ ഇനി ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൂമാണ്. സത്യം പറഞ്ഞാൽ ഇതാണ്ടേ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു റൂം. ഇതാണ്ടേ TV കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് താമസിക്കാനായിട്ടുള്ള റൂം.
ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെളിയിലോട്ട് ഇറങ്ങുമ്പം ഇതാണ്ട് ഈ ഒരു പോർഷനാണ് നമ്മൾ നേരത്തെ കാണിച്ചാൽ ഇരിക്കാൻ പറ്റുന്ന പോർഷൻസൊക്കെയാണ്. നമ്മളിന്ന് വൈകിട്ട് മറ്റേ ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രത്തിൽ. അപ്പം അതിൻ്റെ വീഡിയോസായിട്ട് എടുക്കാൻ കഴിച്ചു. ഇപ്പം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ബൈ. പനിപ്പൂരി കഴിക്കാൻ പോകുന്നത്. നമ്മൾ ആദിയോഗിയിലോട്ടാണ് ഗൈസ് പോകുന്നത്. ആദിയോഗിയിലോട്ടാണ് പോകുന്നത്. പനിപ്പൂരി കഴിക്കാൻ നിർത്തി ഇപ്പം വണ്ടി. സമൂസ തിന്നുന്നു ഗൈസ്. കൊടുക്ക്. ഇനി ആർക്കാ? ബബുണിന് കൊടുത്തേ. ബബുണെ മോന് പിടിച്ചിടാ. നമ്മളപ്പോൾ കഴിച്ചെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും വീണ്ടും പോകുക ആദിയോഗിയിലോട്ട്. അപ്പം ഐശ്വര്യേച്ചില്ല, ഐശ്വര്യേച്ചി വേറെ വണ്ടിയിൽ, ഞങ്ങൾ വേറെ വണ്ടിയിലാണ് ചെന്നിട്ടാണ്. ഇതൊരു തീറ്റു മത്സരമല്ല കുഞ്ഞെ, ഇതൊരു തീറ്റു മത്സരമല്ല. നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ. ഇവിടെ വരെ ഇപ്പം അവരൊക്കെ താഴോട്ടേക്ക് വന്നില്ല. ഓ കുഴഞ്ഞ്. തണുപ്പ് വെട്ടമൊന്നുമില്ല, കുറെ നടക്കണം. ആൾക്കാരെയൊക്കെ കാണാമോ? കാണാൻ പറ്റുന്നുണ്ടോന്നല്ല അറിയത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരനെ കാണിച്ചു കൊടുക്കുന്നത് നിൽക്കുന്നത്. ആ Devi Parvati, seeing Adiyogi, reveling in ecstatic states, said, I want to have what you have. Show me the way. ആരും പോകുന്നത്